നമസ്കാരം. കഴിഞ്ഞ 3-4 മാസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA ശവമടക്കം നടത്തുകയായിരുന്നു കേരളത്തിലെ മാപ്രകൾ എന്ന് വിളിക്കപ്പെടുന്ന ചാനൽ അവതാരകരും റിപ്പോർട്ടർമാരും. മാറി മാറി അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു പെൺവേട്ടക്കാരനാക്കി, സൈക്കോപാത്തായ ക്രിമിനലാക്കി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സകല സ്ത്രീകളെ, അത് കുട്ടികൾ മുതൽ വൃദ്ധർ വരെയുള്ള സകല സ്ത്രീകളെയും പീഡിപ്പിച്ച് ലൈംഗിക മനോരോഗിയാക്കി മാറ്റി. അവർ കാണാൻ ആഗ്രഹിച്ച ഏക കാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിലങ്ങ് വെച്ച് പോലീസ് കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നു. ഓരോ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖത്ത് നോക്കി തെറി വിളിക്കുന്നു. പലരും രാഹുലിൻ്റെ മുഖത്തടിക്കുന്നു. അങ്ങനെ രാഹുൽ വെറുക്കപ്പെട്ടവനായി എക്കാലത്തേക്കും ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെടുന്നു എന്നതായിരുന്നു. പക്ഷെ അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് രാഹുൽ പെട്ടെന്ന് പ്രത്യക്ഷനായി. അപ്പോൾ രാഹുലിൻ്റെ വലിയ ആരോപണങ്ങളാണ്, കഥകളാണ്, പരിഹാസങ്ങളാണ്. രാഹുൽ നിയമത്തെ പേടിച്ച് ഓടി ഒളിച്ചിരിക്കുന്നു. രാഹുലിനെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ അവർ പരസ്പരം ഊരിയിട്ടു. എന്നാൽ കൃത്യം 2 ആഴ്ച പൂർത്തിയാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ MLA ആയിരിക്കുന്ന സ്ഥലത്തെ തൻ്റെ നഗരസഭ വാർഡിലെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാനെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന് മാധ്യമങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ എവിടെ നിന്ന് എത്തുന്നു എന്ന ഒരു നിശ്ചയവും അവർക്കുണ്ടായില്ല. അവർക്കെന്നല്ല, ആർക്കും ഉണ്ടായില്ല. രാഹുൽ പാലക്കാട് നഗരമധ്യത്തിൽ കയറിയതിനു ശേഷം മാത്രമാണ് MLAയുടെ വാഹനത്തിലേക്ക് മാറുന്നത്. അങ്ങനെ ആളുകൾ രാഹുലിനെ കാണുന്നത് MLAയുടെ വാഹനത്തിലാണ്. ഇതുവരെ രാഹുൽ എവിടെയായിരുന്നു? ആർക്കും ഒരു ഉത്തരവുമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഏതാണ്ട് 5 മണിക്ക് മുമ്പ് പാലക്കാട് തൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തി. ഈ ബൂത്തിൽ രാഹുലിന് വോട്ട് ചെയ്യാൻ കഴിയൂ എന്നതുകൊണ്ട് ഏതാണ്ട് 4 മണി 5 മണി മുതൽ രാഹുൽ വന്നെങ്കിലോ എന്ന് കരുതി നമ്മുടെ മാപ്രകൾ കാവലിരിക്കുകയായിരുന്നു. അവരെ നിരാശപ്പെടുത്തിയില്ല. രാഹുൽ എത്തി. വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് സുരക്ഷിതമായി രാഹുലിനെ പോളിംഗ് ബൂത്തിലേക്ക് കയറ്റിയത്. പോളിംഗ് ബൂത്തിൽ തിരക്കുണ്ടായിരുന്നില്ല. രാഹുൽ വോട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കോഴിപ്പൂവിന് ശബ്ദവുമായി BJPക്കാരും CPMകാരും പ്രതിഷേധിക്കാനുണ്ടായിരുന്നു. ചിലരൊക്കെ രാഹുലിൻ്റെ കുഞ്ഞിനെ താരാട്ട് പാടാനുള്ള തൊട്ടിലും കൊണ്ടുവന്നിരുന്നു. പൊതിഞ്ഞുകൂടിയ മാധ്യമങ്ങളോട് രാഹുൽ സംയമനത്തോടെ സംസാരിച്ചു. അളന്നു തൂക്കിയ വാക്കുകൾ. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതുമൊക്കെ ഞാൻ കോടതിയിൽ പറയും. ഒരൊറ്റ വാക്ക്. രാഹുലിനോട് ഒരുപാട് ചോദ്യങ്ങൾ. എവിടെയായിരുന്നു ഒളിവിൽ? രാഹുൽ ഒളിവിൽ നിന്ന് എന്ന് വന്നു? രാഹുൽ ഇനി എന്ത് ചെയ്യും? കോൺഗ്രസ് പാർട്ടി അങ്ങനെ പറഞ്ഞില്ലേ? കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതികരണമുണ്ടോ? ആദ്യത്തെ പീഡന കേസിനെ കുറിച്ച് മറുപടിയുണ്ടോ? രണ്ടാമത്തെ പീഡന കേസിനെ കുറിച്ച് മറുപടിയുണ്ടോ? ഒക്കെ ഇങ്ങനെ മാറി മാറി മാപ്രകൾ ചോദ്യങ്ങൾ ചോദിച്ചു. രാഹുൽ ഒരു പുഞ്ചിരിയോടെ ഒറ്റ ഉത്തരം മാത്രം പറഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഒക്കെ ഇനി കോടതിയിൽ പറയും. രാഹുലിനെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ശ്രമവും വിജയിച്ചില്ല. രാഹുൽ പതിയെ പോലീസ് സംരക്ഷണയിൽ തൻ്റെ MLA കാറിൽ കയറി മുമ്പോട്ട് പോയി. രാഹുലിൻ്റെ പിന്നാലെ മാധ്യമപ്പട പാഞ്ഞു. എവിടെയോ മാധ്യമപ്പടയുടെ കണ്ണ് വെട്ടിച്ച് രാഹുൽ ഒരു ചായക്കടയിൽ കയറുന്നു. പക്ഷേ ആ ചായക്കടയിൽ ഏഷ്യാനെറ്റ് പ്രിയ ഇളവള്ളി മഠവും ഒരു ലോക്കൽ ചാനലുകാരും മാത്രമുണ്ട്. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഇരുന്ന് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയത് പ്രിയയ്ക്ക് മാത്രമാണ്. പ്രിയ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്തരം ഏതാണ്ട് ഇത് തന്നെയാണ്. പ്രിയ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ പറഞ്ഞു. കുത്തിയുള്ള പ്രിയയുടെ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരം പറഞ്ഞു, ഞാൻ ഒരിടത്തേക്ക് വിളിച്ചു പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ രാഹുൽ ഇനി ഒളിവിൽ പോകുന്നില്ല, പാലക്കാട്ട് തന്നെ ഉണ്ടാവും എന്നുള്ള പ്രഖ്യാപനം. അങ്ങനെ പ്രിയയുടെ കഴിഞ്ഞപ്പോഴേക്കും മറ്റ് ചാനലുകൾ ഓടിയെത്തി. റിപ്പോർട്ടർ ചാനലും 24ഉം കൈരളിയുമൊക്കെ മൈക്കുമായി രാഹുലിന് മുമ്പിലേക്ക് എത്തി. അപ്പോഴേക്കും രാഹുലിനുള്ള ചായ എത്തിയിരുന്നു. ആ ചായ കുടിച്ചുകൊണ്ടുള്ള രാഹുലിൻ്റെ ഇരിപ്പ് ഒരു 1.5 ഇരിപ്പായിരുന്നു. യാതൊരു വിധത്തിലുള്ള കോപവുമില്ല, ആരോടും പ്രതിഷേധമില്ല. 1.5 ചിരിച്ചുകൊണ്ട് ചായ ഊതി കുടിച്ചുകൊണ്ടിരുന്നു. നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. പറയാനുള്ളതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഇനി പറയേണ്ടതില്ല. ആരെയും ഇറക്കി വിടാനോ ആരെയും പ്രകോപിപ്പിക്കാനൊന്നും പോയില്ല. ആത്മവിശ്വാസത്തോടെ ചായ കുടിച്ച് രാഹുൽ നേരെ പോയത് തൻ്റെ MLA ഓഫീസിലേക്ക്. MLA ഓഫീസിലുമെത്തി മാധ്യമപ്പട. രാഹുൽ ആരെയും പ്രകോപിപ്പിച്ചില്ല. അവരവിടെ നിൽക്കട്ടെ എന്ന് കരുതി അവരുടെ ചോദ്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു. സഹികെട്ട് മാധ്യമങ്ങൾ അനേകം ചോദ്യങ്ങൾ കിള്ളി ചോദിച്ചു. ഒരു കെണിയിലും വീണില്ല, ആരെയും പ്രകോപിപ്പിച്ചില്ല. ചെറുപുഞ്ചിരിയോടെ രാഹുൽ തൻ്റെ ഓഫീസിലിരുന്ന് ജോലി ചെയ്തു. വേണമെങ്കിൽ രാഹുലിന് മാധ്യമപ്രവർത്തകരോട് പറയാമായിരുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞല്ലോ, 2-3 തവണ കണ്ടു, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ദയവായി ഞാനിവിടെ എത്തിയിരിക്കുന്നത് നാട്ടുകാർക്ക് എന്നോട് പരാതി പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനാണ്, മാറിത്തരൂ എന്ന് ചോദിക്കാമായിരുന്നു. രാഹുൽ പക്ഷേ അത്തരം പ്രകോപനത്തിന് പോലും കൂട്ടാക്കിയില്ല. ഊതി ചായ കുടിച്ചുകൊണ്ടുള്ള ആ ഇരിപ്പ് അത് വാസ്തവത്തിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും മരിച്ചു കിടക്കുന്ന രാഹുലിനെ എടുത്ത് കുഴിയിലേക്ക് വയ്ക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോഴും രാഹുൽ തിരിച്ചു വന്ന് ആത്മവിശ്വാസം പുലർത്തുന്നതിനെ സോഷ്യൽ മീഡിയ അഭിനന്ദിക്കുകയാണ്. രാഹുലിനെ എതിർത്തിരുന്ന പലരും ഈ ആത്മവിശ്വാസത്തെ അംഗീകരിക്കുകയും മാപ്രകളുടെ ഈ നെട്ടോട്ടത്തെ പരിഹസിക്കുകയും ചെയ്യുന്നു. രാഹുലിനെതിരെയുള്ള ആദ്യ ആരോപണം ഉയർന്നപ്പോൾ മുതൽ എനിക്ക് രാഹുലിനെതിരെ സന്ദേശം അയച്ചുകൊണ്ടിരുന്ന ഒരാൾ, അയാൾ രാഹുലിനോട് കടുത്ത വിരോധമാണ്, കോൺഗ്രസ്സുകാരനാണ്,
അയാളൊരു ബന്ധുവിന് കോൺഗ്രസിൽ പദവി കിട്ടാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാഹുലിൻ്റെ തിരോധാനം അയാൾക്ക് പ്രതീക്ഷ ഉണ്ടാക്കുമായിരിക്കും. അയാൾ എനിക്ക് നിരാശയോടെ ഇട്ട ഒരു ചെറിയ സന്ദേശം കേൾക്കുക. തലയ്ക്ക് മുകളിൽ വെള്ളം നിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഫിഡന്റ് അതൊരു ഭയങ്കരം തന്നെയാട്ടോ, പറയാതിരിക്കാൻ മേല കേട്ടോ. ഒരു ഭയങ്കര സംഭവം തന്നെയാട്ടോ സാറേ. ഓർക്കണം, രാഹുൽ തീർന്നു, രാഹുലിനെതിരെ അനേകം കേസുകൾ വരുന്നു, രാഹുൽ ഇനി ജയിലിലാവും, പുറം ലോകം കാണില്ല എന്നൊക്കെ നിരന്തരം എന്നോട് തർക്കിച്ചു കൊണ്ടിരുന്ന ഒരാളുടെ ഒരു നിരാശയാണ് ഈ ഒരു സെക്കൻഡുകൾ മാത്രമുള്ള സന്ദേശത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു സന്ദേശം ജനങ്ങൾക്കിടയിലേക്ക് നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. രാഹുൽ പരസ്പര സമ്മതപ്രകാരം ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നെന്നും ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ രാഹുലിനെ ചിലർ ബോധപൂർവം ഒരു വേട്ടക്കാരനാക്കി ചിത്രീകരിച്ചെന്നും അതിൽ ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി ഒരു കള്ളക്കേസ് ഉണ്ടാക്കി എന്നുമുള്ള വിശ്വാസം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് എന്നതിന്റെ തെളിവാണിത്. ഞാൻ ഈ വാർത്തയുടെ അടിയിലെ കമന്റുകളൊക്കെ നോക്കിയായിരുന്നു. കോൺഗ്രസ് വനിതാ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പേജുകൾ നോക്കിയായിരുന്നു. എല്ലാവരും രാഹുലിനെ പിന്തുണയ്ക്കുന്നു. രാഹുൽ പെണ്ണുപിടിയനാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ കുഴപ്പം, ഞങ്ങൾക്കതിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. രാഹുലിനെ നിങ്ങൾ ബോധപൂർവം കുഴപ്പക്കാരനാക്കാൻ ശ്രമിക്കേണ്ട, ഞങ്ങൾ രാഹുലിനൊപ്പമാണ് എന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിട്ടും കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് പറയുന്ന കൗതുകകരമായ സംഗതി. രാഹുലിന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ചെറിയ വീഡിയോ കാണുക. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിപ്പിച്ച ഒരു പാഠം എന്താണെന്നറിയോ? ഇഗ്നോർ ചെയ്യേണ്ടവരെ ഇഗ്നോർ ചെയ്യുക. അതായത് മൂപ്പര് പാലക്കാട് വന്നു, വോട്ട് ചെയ്തു, കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളുമായിട്ട് വന്ന മാധ്യമങ്ങളെ ഇഗ്നോർ ചെയ്തു. അതാണ് ഇന്ന് സംഭവിച്ചത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറിയാണ്, അത് അവര് തമ്മിലായി, നമുക്കത് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് മൂപ്പര് വന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നു, എന്തൊക്കെയോ ചോദ്യങ്ങൾ, കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് ഒരൊറ്റ വൺ ലൈനർ ആൻസർ. ഇതെല്ലാം കോടതിയിൽ കാണാം. അത് കറക്റ്റാണ്. കാരണം രണ്ടുപേരുടെ ഇടയിൽ എന്ത് നടന്നു, ഒരാൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ, ഒരാളുടെ മേലാണ് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവര് രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് യാതൊരു റോളും ഇല്ല. ഇത് ഒരു കാഴ്ചക്കാരായിട്ട് കാണുക എന്നതിൽ ഉപരി. അപ്പൊ എന്തായാലും കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണോ ഇഗ്നോർ ചെയ്തത്, ഇത് എല്ലാ ലീഡേഴ്സിനും നമുക്കും ഇതൊക്കെ ലൈഫിലും ബാധകമാട്ടോ. ഇഗ്നോർ ചെയ്യേണ്ട ആൾക്കാരെ ഇഗ്നോർ ചെയ്ത് വിടാം, അത്രയേ ഉള്ളൂ. ഈ യുവതി പറയുന്ന അതേ സംഭവം സോഷ്യൽ മീഡിയയുടെ പൊതുവികാരമാണ് എന്നതാണ് വാസ്തവം. മറ്റൊരു യൂട്യൂബർ രാഹുലിനെ പ്രശംസിച്ചുകൊണ്ട് നാണമുണ്ടോ മാപ്രകളെ നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ എന്ന് ചോദിച്ചിട്ടിരിക്കുന്ന ഒരു വീഡിയോയും കൂടി. വോട്ട് ചെയ്യാനെത്തിയ മാങ്കൂട്ടത്തെ എല്ലാരും കണ്ടല്ലോ അല്ലേ? ഇത്രയും നാളും അവനെ പിടിക്കാൻ വേണ്ടി നടന്ന ഈ പോലീസൊക്കെ അവന് ഇനി എസ്കോട്ട് പോണതും കൂടി കാണുമ്പോ എനിക്ക് വയ്യ. അവന് ഇത്രയും വലിച്ചു കീറിയിട്ട് നാണമില്ലേ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് ഇങ്ങനെ പിറകെ മയക്കും കൊണ്ട് നടക്കാൻ പിന്നെയും പിന്നെയും? എന്റെ പൊന്നു മാങ്കൂട്ട, നിനക്ക് വേണ്ടി പോരാടെ ഈ മാപ്രകൾക്ക് നീ ഒറ്റയ്ക്ക് കുടിക്കാതെ ഒരു കാലി ചായ എങ്കിലും മേടിച്ചു കൊടുത്തുകൂടായിരുന്നോ? ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ ഒരു വികാരം പൊതുവെ സാധാരണ മനുഷ്യർക്കിടയിലുണ്ട് എന്നത് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒക്കെ വരുന്ന വാർത്തകളിൽ അടിയിൽ വരുന്ന കമന്റുകൾ തെളിയിക്കുന്നു. ഇവിടുത്തെ ചാനൽ പ്രവർത്തകർക്കും ഒരു പറ്റം ബുദ്ധിജീവികൾക്കും വ്യക്തമായ കക്ഷി രാഷ്ട്രീയമുള്ള ചിലർക്കും മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കശാപ്പ് ചെയ്യാൻ ഇത്ര വാശി. ആ വാശിക്കാർക്കിടയിൽ എന്തിനാണ് വി.ഡി. സതീശൻ ഇപ്പോഴും വലിഞ്ഞു കയറിയിരിക്കുന്നത് എന്ന് എനിക്കിതൊരു പിടിയിട്ടിട്ടില്ല. ഇന്നലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഭാഗികമായി രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതി, തനിക്ക് കിട്ടിയ രണ്ടാമത്തെ പരാതി ലീഗലി വെൽ ഡ്രാഫ്റ്റഡ് എന്നാണ്. അതായത് വളരെ മനോഹരമായി, വളരെ ഭംഗിയായി എഴുതിയിരിക്കുന്ന കൃത്യമായ അജണ്ടയുള്ള ഒന്നാണെന്ന്. അത് വി.ഡി. സതീശൻ സുഖിച്ചില്ല. അദ്ദേഹം പറഞ്ഞു അത് വെൽ ഡ്രാഫ്റ്റഡ് ആണ്, പരാതികൾ വെൽ ഡ്രാഫ്റ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് എതിർക്കാൻ ശ്രമിച്ചു. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തോട് ശത്രുതയുള്ളവരുടെ എണ്ണം കൂടുതലാണെന്നും രാഹുൽ തല പൊക്കാതിരിക്കാൻ ഏതറ്റം വരെ പോകാൻ വേണ്ടത് ചെയ്യുമെന്നുമുള്ള സൂചനയാണിത്. കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് രാഹുലിനെതിരെയുള്ള ആദ്യ പരാതി, അതായത് ഗർഭചിത്രമടക്കമുള്ള പരാതിയുടെ പിന്നിലെന്ന് പരാതിക്കാരി കോടതിയിൽ കൊടുത്ത മൊഴിയിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് പ്രവർത്തകർക്കില്ലാത്ത രോഗം കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ടാണ് ബിനീഷ് കോടിയേരിയെ പോലുള്ളവർ തുടർച്ചയായി വിലപിക്കുന്നത്. ലഹരി കേസിൽ 1 വർഷത്തോളം ജയിലിൽ കിടന്ന അനേകം സാമ്പത്തിക ആരോപണങ്ങളിൽ പ്രതിയായ ബിനീഷ് കോടിയേരി നെഞ്ചുപൊട്ടി എഴുതുന്നു, ലജ്ജാകരം, ഇത് ധാർമ്മികതയുടെ ശവപ്പറമ്പ്. നാണമുണ്ടോ കോൺഗ്രസ് ബലാത്സംഗ കേസ് പ്രതിക്ക് വീരപരിവേഷം നൽകാൻ? ഇത് കേരളത്തിലെ സ്ത്രീകളുടെ ചോരക്കറ പുരണ്ട ബൊക്കയാണ്. ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം. 2 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ബൊക്ക നൽകി ആവേശത്തോടെ സ്വീകരിക്കുന്ന ദൃശ്യമാണിത്. ഇത് കേവലം ഒരു സ്വീകരണമല്ല, കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ ആസൂത്രണം ചെയ്ത വെൽ ഡ്രാഫ്റ്റഡ് സ്ക്രീൻ പ്ലേ ആണ്. കോൺഗ്രസ് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം സത്യസന്ധതയും ധാർമ്മികതയും ഞങ്ങൾക്ക് വിഷയമല്ല, വിജയം മാത്രമാണ് പ്രധാനം. ലൈംഗികാതിക്രമ കേസിലെ പ്രതിക്ക് പോലും ഞങ്ങൾ ഹീറോ പരിവേഷം നൽകും. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലനാകുന്ന കോൺഗ്രസ്
സ്വന്തം പാർട്ടിക്കുള്ളിലെ ക്രിമിനൽ പ്രതിയെ നിറചിരിയോടെ സ്വീകരിച്ച് അവരുടെ ഇരട്ടത്താപ്പ് പരസ്യമാക്കി. ഒളിപ്പില്ലായ്മയുടെയും നെറിയും നേരുമില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെയും ഈ ഒറ്റ ചിത്രം മതി കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എന്താണെന്ന് തിരിച്ചറിയാൻ. ഇതാണ് കോൺഗ്രസിന്റെ പുതിയ മുഖം. ഓർക്കണം, ലഹരി ഇടപാട് നടത്തി എന്ന് തെളിവോടെ കണ്ടെത്തിയതിനെ 1 വർഷം ജയിലിൽ അടച്ചിട്ട് ആ കേസിൽ ഇപ്പോഴും പ്രതിയായി മുമ്പോട്ട് പോകുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എന്തെല്ലാം ഇത്തരം ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം. ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പോവുകയാണ്. CPM എത്രമാത്രം ആശങ്കപ്പെടുന്നു, എത്രമാത്രം വേദനിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണിത്. രാഹുൽ മാങ്കൂട്ടത്തെ ഇവർക്ക് പേടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല, ഷാഫി പറമ്പലിനെ. നാളെ കേരളം CPMന്റെ ശവപ്പറമ്പായി മാറാൻ കാരണക്കാരാവാൻ ഇടയുള്ള 2 നേതാക്കളാണ്. എങ്ങനെയെങ്കിലും ഇവരെ നിശബ്ദരാക്കണം. അതുകൊണ്ടാണ് പെട്ടെന്ന് രാഹുൽ പാലക്കാടേക്ക് വന്നപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രാഹുൽ വോട്ട് ചെയ്തിട്ട് പോയി. രാഹുലിന് ജനങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചു. ഇത് ഇവരുടെ ഉറക്കം കെടുത്തുന്നു. അതിന് തെളിവാണിതൊക്കെ.